ഡിമാൻഡ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൾ റസാഖ്, ദീപ മൻസൂർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഡർബി എന്ന സിനിമ സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്നു. ഇത് സജിൽ മമ്പാടിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമാണ്. കടകൻ എന്ന മൂവിയായിരുന്നു സജിൽ മമ്പാട് ആദ്യം സംവിധാനം ചെയ്ത സിനിമ. മത്സരം എന്നാണ് ഡർബി എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്യാമ്പസ് പശ്ചാത്തലത്തിലൂടെ ന്യൂജൻ ആക്ഷൻ മൂവി ആയിട്ടാണ് ഈ സിനിമ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിൽ ആക്ഷന് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു മാസ് എന്റർടൈനർ തന്നെയായിരിക്കും ഈ സിനിമ. ജോജു ജോർജ് എന്ന താരം ആദ്യമായി സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലൂടെ ശ്രദ്ധേയരായ സാഗർ സൂര്യ, ജുനൈസ്, അനു എന്നിവർ ഈ സിനിമയിലൂടെ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. അമീൻ, ഫഹസ് ബിൻ റിഫ, ഋഷി NK എന്നിവരെ കൂടാതെ ജോണി ആന്റണി, ഹരിശ്രീ അശോകൻ, അബു സലീം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഇവർക്കൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. സംഗീത പ്രാധാന്യമേറെ ഈ ചിത്രത്തിലെ സംഗീതമൊരുക്കുന്നത് അശ്വിൻ ആര്യനാട്. കഥ ഫൈസ് ബിൻ റിഫായി. സമീർ ഖാൻ. തിരക്കഥ അമീർ സുഹൈൽ. ഛായാഗ്രഹണം ജസിൻ ജലീൽ. എഡിറ്റിംഗ് ജെറിൻ കൈതക്കാട്. കലാസംവിധാനം കോയാസ്. മേക്കപ്പ് റഷീദ് അഹമ്മദ്. കോസ്റ്റ്യൂം ഡിസൈൻ നിസാർ റഹ്മത്ത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജമാൽ. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിച്ചു. അസോസിയേറ്റ് ഡയറക്ടേഴ്സ് വിനീഷ്, അജ്മീർ ബഷീർ. സംഘടനം തവസി രാജ, ഫിനിക്സ് പ്രഭു. പ്രൊഡക്ഷൻ മാനേജർ ആഷിഖ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആന്റണി കുട്ടമ്പുഴ. പ്രൊഡക്ഷൻ കൺട്രോളർ നജീർ നാസിം. PRO വാളൂർ ജോസ് എന്നിവരാണ്. ഏപ്രിൽ 26 ശനിയാഴ്ച കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന ചടങ്ങിലൂടെയാണ് ഡർബി എന്ന സിനിമയ്ക്ക് ആരംഭം കുറിച്ചത്. വലിയൊരു സംഘം ചലച്ചിത്ര പ്രവർത്തകർ, ബന്ധുമിത്രാദികൾ, അണിയറ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത നടന്മാരായ ഹരിശ്രീ അശോകൻ, ജോണി ആന്റണി എന്നിവർ ചേർന്ന് ആദ്യ ഭദ്രദീപം തെളിയിച്ചു. പിന്നീട് മറ്റ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചേർന്ന് ഈ ചടങ്ങ് പൂർത്തീകരിച്ചു. നിർമ്മാതാവ് മൻസൂർ അബ്ദുൾ റസാഖ്, ദീപ മൻസൂർ എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സംവിധായകരായ സലാം ബാപ്പു, സാജിദ് യാസീൻ, ജോണി ആന്റണി എന്നിവരും നടന്മാരായ ഹരിശ്രീ അശോകൻ, സാഗർ സൂര്യ, ജുനൈസ് UP, കൊല്ലം ഷാഫി, NM ബാദുഷ, ഹക്കീം ഷാ, മണികണ്ഠൻ ആചാരി എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെയ് 6 മുതൽ മഞ്ചേരിയിൽ ഡർബി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും.